ദൈവമക്കളെ ദൈവം കൈപിടിച്ച് ഒരു അമാനുഷിക മണ്ഡലത്തിലേക്ക്, ഒരു സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിലേക്ക് മാറ്റുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് വിശ്വ ദൈവമക്കൾ മാത്രം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ. ഇന്ന് രാത്രി മീറ്റിംഗിൽ വരുമ്പോൾ മാത്രമല്ല, നടക്കുന്ന വഴി നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നിങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങാം. ഇന്ന് വന്ന് നിങ്ങൾ പറയുന്ന വാക്കുകളകത്ത് ദൈവ ശക്തി വ്യാപരിക്കാൻ തുടങ്ങാം. അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഇത് അത്ഭുതത്തിന് രാത്രിയാണ്. ഓ സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിലത്തെ ദൂത് നമുക്ക് ഇന്ന് രാവിലെ പറഞ്ഞൊരു വാക്ക് ഞാൻ ഒന്ന് ആവർത്തിക്കാൻ പോവുകയാണ്. അവിടുന്ന് മുന്നോട്ട് പോകാൻ വഴി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11:16. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ച ശേഷം we will just take a jump into verse number 13 as well. 13-ാം വാക്യത്തിലോട്ട് നമ്മൾ കടന്നു ചെല്ലും. സ്തോത്രം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞു, ദൈവം അവിടെ ദൈവമായിരിക്കുന്നതിൽ ലജ്ജിക്കുന്നില്ല എന്നല്ല കൊടുത്തിരിക്കുന്നത്. ദൈവം അവിടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ലജ്ജിക്കുന്നില്ല. സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എല്ലാവരുടെയും ദൈവമാണെങ്കിലും ചിലരുടെ ദൈവം എന്ന് പറയാൻ ദൈവത്തിന് ലജ്ജയുണ്ട്. സ്വതം 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 ആരും ആമയും പറഞ്ഞില്ല. ആ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ ദൈവത്തിന് അവിടെ ദൈവം എന്ന് പറയാൻ വലിയ താല്പര്യമോ വലിയ ആഗ്രഹമൊന്നുമില്ല, ആകാംക്ഷയൊന്നുമില്ല. എന്നാൽ ചിലരെ കാണുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ അവളുടെ ദൈവം എന്ന് വിളിക്കാൻ, അവന്റെ ദൈവം എന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജയില്ല. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഇന്ന് രാത്രി എന്റെ ദൈവമെന്ന് എന്റെ ദൈവമെന്ന് ദൈവത്തിന് വിളിക്കാൻ ദൈവത്തിന് ലജ്ജയില്ലെന്ന്. സ്തോത്രം. ഇന്ന് രാത്രി എന്തായിരിക്കും എന്റെ കാരണം? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദൈവത്തിന് ചിലർ ദൈവം എന്ന് വിളിക്കാൻ ലജ്ജയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും കുറിച്ചാണ് ആ വാക്കുകൾ പറയുന്നത്. എല്ലാവരും കുറവുള്ളവരാണ്. അബ്രഹാമിൽ കുറവുണ്ടായിരുന്നു, ഇസാക്കിൽ കുറവുണ്ടായിരുന്നു, യാക്കോബിലും ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. ഈ കുറവുള്ള പുള്ളികളുടെ ദൈവമെന്ന് വിളിക്കാൻ ദൈവത്തിന് ലജ്ജയില്ലെന്ന്. ദൈവം പറയാം, അത് പറയാൻ എനിക്ക് ഇച്ചിരി ഗമയാണ്, അവന്റെ ദൈവം എന്ന് പറയാൻ എനിക്ക് ഇച്ചിരി മാന്യതയുണ്ടെന്ന്, ഞാൻ പ്രശംസിക്കുന്നു. സ്തോത്രം. ഉറക്കെ പറയാൻ എനിക്ക് ധൈര്യമുണ്ടെന്ന്, താല്പര്യമുണ്ടെന്ന്, അവന്റെ ദൈവമെന്ന്. എന്താണ് അതിന്റെ അർത്ഥം? ശ്രദ്ധിച്ച് കേൾക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞ വാക്കുണ്ട്. ജനത്തെ വിടുവിപ്പാനായി മോശ അയക്കുകയാണ്. പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. എന്നിട്ട് ദൈവം പറയാ, എന്നാൽ ആയുഷ്കാലമൊക്കെ തലമുറ തലമുറയായി എനിക്ക് ഒരു നാമമുണ്ടായിരിക്കും. It will be my memorial name for generations. ഇനി തലമുറ തലമുറയായി സ്തോത്രം പറഞ്ഞ വാക്ക് എന്താണ്? സ്മാരക നാമമായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ നൂറ്റാണ്ടുകളും എല്ലാ തലമുറയിലും ഞാൻ ആ പേരിനാലാണ് അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നത്. എനിക്ക് വേണമെങ്കിൽ എൽ ഷദായ് എന്ന് വിളിക്കാം, എനിക്ക് വേണമെങ്കിൽ എലോഹീം എന്ന് വിളിക്കാം, എനിക്ക് വേണമെങ്കിൽ യഹോവ റാഫ എന്ന് എന്നെ തന്നെ പരിചയപ്പെടുത്താം. പക്ഷെ ഞാൻ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന അതൊന്നുമല്ല. ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിന്റെയും ഇസാക്കിനും യാക്കോബിനും ദൈവമെന്ന് ഞാൻ അറിയപ്പെടാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാ തലമുറയിലും ആ പേരിനാൽ ഞാൻ അറിയപ്പെടാൻ പോവുകയാണ്. എന്താണ് ദൈവം പറഞ്ഞുകൊണ്ട് വരുന്നത്? ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ജനത്തെ വിടുവിപ്പാനായി അയക്കാൻ പോവുകയാണ്. ഓർത്തുകൊള്ളുക, ഞാൻ ഇന്ന് ചില വ്യക്തികളുടെ പേരുമായി ഞാൻ ചേർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്വതന്ത്രം സ്വതന്ത്രം. ചില വ്യക്തികളുടെ പേരുമായി ചേർന്ന് എന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. ചില വ്യക്തികളുടെ പേരുമായി ചേർന്ന് എന്റെ ശക്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. ചില വ്യക്തികളുടെ പേരുമായി ചേർന്ന് ഞാൻ രോഗശാന്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ദൈവത്താൽമ ശക്തമിടപെടുന്നു. ഈ ഗ്രൗണ്ടിന്റെ അകത്തും അടുത്ത ദിവസങ്ങളിൽ ചില വ്യക്തികളുടെ പേരുമായി ചേർത്ത് നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് വിശ്വ ദൈവമക്കൾ മാത്രം ഉറക്കെ രാമ്യം പറഞ്ഞിട്ട് God wants to associate himself with some names. ചില വ്യക്തികളുമായി ചേർന്ന് നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്വത്രം. ചിലർക്ക് വിശ്വാസം വരുന്നില്ല. കേരളത്തിൽ
കേരളത്തിൽ ഉണർവ് ദൈവം അയക്കാൻ പോകുക. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞ്, കേരളത്തിൽ ശക്തമായ ഉണർവ് ദൈവം അയക്കാൻ പോകുകയാണ്. ആ സമയത്ത് ഒരു കാര്യം ഓർക്കണമേ, ദൈവം പറയുക, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ പോകുന്ന കേരളക്കാർക്ക് വേണ്ടി ചില വ്യക്തികളുടെ പേരിലായിരിക്കും. സ്തോത്രം. ആ ദൈവദാസ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവന്റെ ദൈവമെന്ന് ഞാൻ തെളിയിക്കാൻ പോകുകയാണ്. ആ ദൈവദാസി വാ തുറക്കുമ്പോൾ അവന്റെ ദൈവമെന്ന് ഞാൻ തെളിയിക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടേക്ക് ദൈവമൊക്കെ ഇന്ന് രാത്രി വാ തുറക്കുമ്പോൾ അവന്റെ ദൈവമായി ദൈവം ചിലർക്ക് തെളിയിക്കാൻ പോകുക. അത് ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. എങ്ങനെ തെളിയിക്കുന്നത്? ശക്തിയോട്, മഹത്വത്തോട് ദൈവം തെളിയിക്കാൻ പോകുകയാണ്. ചിലക്ക് വിശ്വാസം വരുന്നില്ല. എനിക്ക് ഇന്ന് രാത്രി ശക്തമായ വിശ്വാസം വരുന്നു. ദൈവത്തെ ആത്മ ശക്തമായിട്ട് വരിക. ചില വ്യക്തികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവന്റെ ദൈവമെന്ന് ഞാൻ വെറും ലജ്ജിക്കാതിരിക്കുക മാത്രമല്ല, അവന്റെ ദൈവമെന്ന് ഞാൻ തെളിയിക്കാനും കൂടെ പോകാൻ വരിക. ഇന്ന് രാത്രികൾ ദൈവത്തെ ആത്മാവ് ഇടപെടുന്നു. എന്റെ വചനത്തെ സ്നേഹിക്കുകയും എന്റെ വചനത്തെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പറ്റത്തിൽ കൂടെ ഞാൻ ദൈവമെന്ന് തെളിയിക്കാൻ പോവുക. അവന്റെ ദൈവമെന്ന് വിളിക്കുക പറയാൻ എനിക്ക് ലജ്ജയില്ല.